ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നതെന്നറിയാമോ, ഇവിടെ കുരങ്ങിൻ്റെ ഭയങ്കര ശല്യം. അവന്മാരിറങ്ങി ഇവിടെ കാണുന്ന ഇതുണ്ടോ, തെങ്ങ്, ഒരുപാട് സാധനങ്ങളുണ്ട്. അതെല്ലാം അവന്മാർ നശിപ്പിച്ച് നാശാക്കുക. മുകളിലെ ചേട്ടൻ തെറ്റാലിയും കൊണ്ട് എന്നിട്ട് ഓടിക്കാൻ പോയേക്കണേ കാണുന്നത്. അതിൻ്റെ പുറകെ ഞങ്ങൾ ചുമ്മാ നടക്കാനിറങ്ങിയതാണ്. ഇന്നത്തെ എൻ്റെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ. ഇന്ന് മഴ ഭയങ്കര വിട്ട് മഴയാണ്ട് നമുക്കിവിടെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ എല്ലായിടത്തും മണ്ണ് പൊട്ടി കല്ല് പാറയ്ക്ക് അടർന്നു വന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടോ ഗൈസ്, ഒരുപാട് മേളിൽ പാറകളും ഇതുണ്ടോ. നമ്മുടെ വെള്ളം വരുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കണ്ടോ, ഇങ്ങനെയുള്ള സ്ഥലമൊക്കെയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അപകടം പിടിച്ചൊരു മേഖലയാണിത്. കണ്ടോ, കൊച്ച് എന്നിട്ട് റോഡിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ നടക്കുക, എല്ലായിടത്തും ഇറങ്ങി നടക്കുക. മഴ വരിക, ഞങ്ങൾ പെരക്കകത്തേക്ക് കയറി പോകാനായിട്ട് വന്നു. അന്നേരം കുരങ്ങ് വന്ന കാരണം കുരങ്ങിനെ ഓടിക്കാനെന്ന് പറഞ്ഞ് മുകളുടെ അയലക്കം വീട്ടിലെ ബേബിച്ചേട്ടൻ കയറിപ്പോയി. ആ പുറകെ ഞങ്ങൾ ഇറങ്ങി വന്നത്. അന്നേരം ചുമ്മാ ഒരു വീഡിയോ എടുത്താൽ എല്ലാവരും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ കുഞ്ഞു വീഡിയോ, അതിനൊരു സപ്പോർട്ടൊക്കെ തന്നെ. ആ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു കുഞ്ഞു വീട് വയ്ക്കാൻ പറ്റുള്ളൂ. ഒത്തിരി ഒന്നും വേണ്ട. എൻ്റെ മക്കളെയും കൊണ്ട് വാടക കൊടുക്കാതെ കിടക്കാനുള്ളൊരു കൊച്ചു വീട് ഞങ്ങൾക്ക് വേണം. അതിന് വേണ്ടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും. പിന്നെ എൻ്റെ കുഞ്ഞുമക്കളുടെ മരുന്നിന് വേണ്ടി. അത്രയും കാര്യങ്ങൾ മാത്രം തന്നെ, വലിയ ആഗ്രഹങ്ങളൊന്നും, കൊച്ചു ആഗ്രഹങ്ങൾ. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും എല്ലാം വേണം. എല്ലാവരും സഹകരിക്കുകയും ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിത് മലമേലുള്ള മഴ ഇരുണ്ട് മൂടി വന്നു. ഇവിടേക്ക് നമ്മൾ പേടിക്കണം കിടക്കുന്നത്. കണ്ടോ, ബയലപ്രദേശം എന്ന് പറഞ്ഞാൽ ഇത് കുത്തനെയുള്ള പ്രദേശമാണ്. മുകളിലേക്ക് പാറക്കെട്ടുകളൊക്കെയാണ്. വീഡിയോയിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുള്ളതുകൊണ്ട് ഭയങ്കര പേടിയാണ് നമുക്ക് നിൽക്കാനൊക്കെ ഇവിടെ. എന്നാലും നിവൃത്തിയില്ലെങ്കിൽ കിടന്നല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു സ്ഥലത്ത് ജീവിക്കുന്നു എന്ന് മാത്രം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ.